സുരജി സ്റ്റാർട്ട്. വേറെ നല്ലത് നല്ലത് നല്ല കാര്യം പറയാമല്ലേ. ഞങ്ങളുടെ അടുത്ത യാത്ര മലേഷ്യയിലേക്ക്. സ്വന്തം നാട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെയാണ് മലേഷ്യക്കും സ്വാതന്ത്ര്യം കിട്ടിയത്. എന്നാൽ ഒരു വലിയ രാജ്യമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ മലേഷ്യയുടെ എത്രയോ പിന്നിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എയർപോർട്ടിൽ നിന്ന് നഗരത്തിലേക്കുള്ള യാത്രയിൽ തന്നെ ആ കാഴ്ച നമ്മൾ കാണുകയാണ്. റോഡുകളുടെ ഭംഗി ആരെയും ആകർഷിക്കുന്നു. ഞങ്ങളുടെ ഈ യാത്രയിൽ മലേഷ്യയുടെ ഒരറ്റം ജോഹർ ബാരി മുതൽ ഹോങ്കാൻ വരെയുള്ള 180 കിലോമീറ്റർ യാത്രയിൽ ഞങ്ങൾ ആകെ എടുത്തത് 4 മണിക്കൂർ മാത്രമാണ്. അപ്പോഴേക്ക് തന്നെ ആ യാത്രയിൽ ആ റോഡിൻ്റെ സൗകര്യം മനസ്സിലാക്കാം. ഇരുവശത്തും മനോഹരമായ മരങ്ങൾ വെട്ടി അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ആടി, റോഡിൻ്റെ മീഡിയനുകളിൽ പല വർണ്ണത്തിലുള്ള പൂക്കൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാറുകൾ, 6 വരി പാത. ഇങ്ങനെ ഒരു പാത ഇന്ത്യ സ്വപ്നം കാണണമെങ്കിൽ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും എന്ന് തോന്നുന്നു. സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. ഇവിടെയുള്ള ഓരോ ആളുകൾക്കും പ്രതിശീർഷ വരുമാനം $1500 അമേരിക്കൻ ഡോളറിന് തുല്യമായ തുകയാണ്. ആഘോഷപൂർണമായ ജീവിതം. ഓരോ തെരുവിലും മനോഹരമായ കടകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ. 60% തമിഴ് വംശജർ താമസിക്കുന്ന ഒരു രാജ്യമാണിത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിശ്വസിക്കുകയില്ല. എന്നാൽ മനോഹരികളായ ചൈനീസ് സുന്ദരിമാരും തായ്ലൻഡ് സുന്ദരിമാരും അതുപോലെ മലേഷ്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സുന്ദരിമാരായ പെൺകുട്ടികളും എവിടെയും നമുക്ക് കാണാം. രാത്രി 12 മണിക്ക് അവർ തെരുവോരങ്ങളിൽ കൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ശ്രീലങ്കയിൽ നിന്ന് വന്ന രാജേഷ് എന്ന ചെറുപ്പക്കാരനോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. ഹലോ രാജേഷ്, ഇങ്ങനെ മലേഷ്യയിൽ നിങ്ങളുടെ അനുഭവം? അദ്ദേഹം മൈക്കിൽ സംസാരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് ഞാൻ വിവരിക്കും. അദ്ദേഹം 6 വർഷമായി മലേഷ്യയിൽ താമസിക്കുകയാണ്. മലേഷ്യയിൽ സ്വന്തം രാജ്യത്ത് വിവാഹം കഴിച്ച് കുട്ടികളോട് ജീവിക്കുന്ന അദ്ദേഹം മലേഷ്യയിൽ ഒരു മുസ്ലിം യുവതിയെ വിവാഹം കഴിച്ചിരിക്കുന്നു. എവിടെയുള്ള രാജ്യക്കാർക്കും മലേഷ്യയിൽ വന്ന് വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം. ഒരു കാര്യം, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല ഒരു സംഗീതം തന്നെ നോക്കാൻ മലേഷ്യയിലെ ആളുകൾ ഇന്ത്യയിലെ ശാസ്ത്രീയ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണ്. അവരെപ്പോഴും അത്തരം സംഗീതങ്ങൾ വെച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് ഒരു സ്വർണ്ണക്കടയിലേക്ക് തന്നെ പോയി നോക്കാം. അവിടെ പണി ചെയ്യുന്ന 3/4 ഭാഗത്തോളം ആളുകളും ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്. അവർക്ക് അവരുടേതായ പരാതികളും പരിവർത്തനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പൊതുവെ സന്തോഷകരമായ ഒരു ജീവിതമാണ് അവർ. വിശ്രമമില്ലാത്ത പണിയാണ്. കാലത്ത് മുതൽ രാവിലെ 12 മണി വരെ ജോലി ചെയ്യുന്നു. മുതലാളിയോടുള്ള കൂറും അടുപ്പവും അവർ പ്രകടിപ്പിക്കുന്നു. അവരുടെ ജീവിതം മലേഷ്യയുടെ ഈ സുന്ദരമായ രാജ്യത്താണെങ്കിലും സ്വന്തം നാട്ടിൽ നിന്ന് ദൂരെ ആയിരിക്കുന്ന ഒരു പ്രയാസം അവരുടെ മുഖങ്ങളിൽ ഞാൻ കാണുന്നു. കാരണം എന്താണെന്ന് ഞാൻ ആലോചിച്ചത്, അവരുടെ സുന്ദരിമാരും അതുപോലെ മുസ്ലിം സുന്ദരിമാരുമുള്ള ഈ മനോഹരമായ രാജ്യത്ത് അവരുടെ ആഹ്ലാദം ചില പരിമിതികൾ ഏറ്റവും സന്തോഷിക്കുന്നവരാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വേറൊരു കാര്യത്തിൽ അവിടെയാണ് ചൈനക്കാരുടെ